നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് തൊഴിൽ വാർത്തയിൽ വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഒരു മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ തൊഴിൽ വീതിയിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എന്താണ് VFA മോക്ക് ടെസ്റ്റ് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ എന്താക്കാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളെ ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ, തിരയേണ്ടി വരില്ല. ഇത്രയും വീഡിയോസുകൾക്കിടയിൽ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തൊക്കെയാണെന്ന് തിരയേണ്ടി വരില്ല. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഡച്ചുകാർ ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ പറയണം അത് സാമൂതിരിയാണ്. ആരാണ്? സാമൂതിരി. ഡച്ചുകാർ ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരെ ചോദിച്ചാൽ പറയണം മക്കളെ? യെസ്, സാമൂതിരിയാണ്. കിട്ടിയില്ലേ? എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം നമുക്കറിയാം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത് അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആര് ചോദിച്ചാൽ പറയണം? വാറൻ ഹേസ്റ്റിങ്സ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആര് ചോദിച്ചാൽ പറയണം? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു? എന്താണ് ചോദ്യം? 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു ചോദിച്ചാൽ പറയണം അത് പട്ടാഭി സീതാരാമയ്യ. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ എന്താ നമുക്ക് കാണേണ്ടത്? ശരിയായ പ്രസ്താവന ഏതൊക്കെ ആണ് എന്നാണ് കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ ആകെ അംഗസംഖ്യ 15 ആണ്. അത് ശരിയാണോ? ശരിയാണല്ലേ. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ ആകെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 12 ആണ്. അത് തെറ്റാണോ? രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 12 അല്ല, പിന്നെ എത്രയാണ്? 10 ആണ്. പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 10 ആണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ ആകെ അംഗസംഖ്യ ചോദിച്ചാൽ പറയണം 15. ഇനി രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരാംഗങ്ങളുള്ള വൻകര യൂറോപ്പാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരാംഗങ്ങളുള്ള വൻകര ചോദിച്ചാൽ പറയണം അത് യൂറോപ്പാണ്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5 ആണ്. ശരിയല്ലേ? യെസ്. നമുക്ക് 10 താൽക്കാലിക അംഗങ്ങളും 5 സ്ഥിരാംഗങ്ങളും അടക്കം ആ രക്ഷാസമിതിയിലെ ആകെ അംഗസംഖ്യ ചോദിച്ചാൽ പറയണം 15. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ 1 3 4 അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേ? യെസ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അംഗം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അംഗം ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? നിങ്ങൾ പല ആൾക്കാരും വ്യാഴം എന്ന് എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട്. PSC ചോദിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമല്ല ചോദിച്ചത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അംഗം ചോദിച്ചാൽ പറയണം മക്കളെ ഏതാടാ? നമ്മുടെ സൂര്യനാണ്. ഓപ്ഷൻ ബി, സൂര്യൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വൻകരയാണ് ജിംബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയിൽ ഏത് വൻകരയാണ് ജിംബ്രാൾട്ടർ കടലിടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്? നമുക്കറിയാം
യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക് ചോദിച്ചാൽ പറയണം മക്കളെ, അത് ജിംബ്രാൾട്ടർ കടലെടുക്ക്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് നമ്മുടെ ജിംബ്രാൾട്ടർ കടലെടുക്ക്? ഏതൊക്കെയാണ്? ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ചോദിച്ചാൽ പറയണം അത് ജിംബ്രാൾട്ടർ കടലെടുക്ക്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചാലോ. ദാമോദർ വാലി പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടായ തില്ലയ്യ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ബരാക്കർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദാമോദർ വാലി പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടായ തില്ലയ്യ ഏത് നദിയിലാണ്? ബരാക്കർ. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് നഗരമാണ് ചോദിച്ചാൽ പറയണം അത് ജംഷഡ്പൂർ ആണ്. ഏതാണ്? ജംഷഡ്പൂർ. ഇന്ത്യയുടെ ഉരുക്കു നഗരം ചോദിച്ചാൽ പറയണം അത് ജംഷഡ്പൂർ ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, നെയ്യാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. താഴെ നെയ്യാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. കേരളത്തിൽ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അത് ശരിയല്ലേ? ശരിയാണല്ലേ? കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പറയണം അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അതും ശരിയായ പ്രസ്താവനയാണല്ലേ. കേരളത്തിൽ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇനി 3ാമത്തെ പ്രസ്താവന നോക്കിയാലോ. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലാണ്. ശരിയായ പ്രസ്താവനയാണോ? നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്കറിയാം കാട്ടാക്കട താലൂക്കിലാണ്. ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അത് ശരിയായ പ്രസ്താവനയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലാണ്. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ, കളക്കാട് വന്യജീവി സങ്കേതങ്ങളുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പറയണം അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ, കളക്കാട് വന്യജീവി സങ്കേതവുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ പറയണം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമായ നെയ്യാർ വന്യജീവി സങ്കേതം ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം ആണ്. അതുപോലെ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അതായത് പോളിമർ ബാങ്ക് നോട്ട് പുറത്തിറക്കിയ ആദ്യ രാജ്യം ചോദിച്ചാൽ പറയണം അത് ഓസ്ട്രേലിയ ആണ്. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യത്തെ രാജ്യം ഏത് ചോദിച്ചാൽ പറയണം അത് ഓസ്ട്രേലിയ ആണല്ലേ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനോ, ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ആര് ചോദിച്ചാൽ പറയണം അത് ദുർഗാഭായ് ദേശ്മുഖ് ആണ്. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ പറയണം അത് ദുർഗാഭായ് ദേശ്മുഖ്. ഇനി നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചാൽ പറയണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മുംബൈ ആണ്. എവിടെയാണ്? മുംബൈ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മുംബൈ ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മുദ്രാ ബാങ്കുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏത്? മുദ്രാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് 2015 ഏപ്രിൽ 8-നാണ്. അത് ശരിയായ പ്രസ്താവനയാണോ? ശരിയായ പ്രസ്താവനയാണല്ലേ. മുദ്രാ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് 2015 ഏപ്രിൽ 8-നാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായവും വായ്പയും നൽകുന്നതാണ് ഈ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. അത് ശരിയായ പ്രസ്താവനയാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായവും വായ്പയും നൽകുകയാണ് മുദ്രാ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതിന്റെ ബാക്കി പ്രസ്താവന, മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി അല്ല മക്കളെ. എവിടെയാണ്? മുംബൈ ആണ്. എവിടെയാണ്? മുംബൈ. മുദ്രാ ബാങ്കിന്റെ
ആസ്ഥാനം ചോദിച്ചാൽ പറയണം മുംബൈ ആണ്. മുദ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ പറയണം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി എന്നാണ്. എന്താണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി. ഇതിൽ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. അപ്പം 1, 2, 4 എന്നിവ ശരിയാണ്. ഓക്കെ അല്ലേ? ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ പറയണം. നമുക്കറിയാം നന്ദലാൽ ബോസ് ആണല്ലേ. നന്ദലാൽ ബോസ്, ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പറയണം എത്ര ഭാഗമാണ് മക്കളെ? യെസ്, 4 ആണല്ലേ. 4 ഭാഗങ്ങൾ എങ്കിൽ ഒരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ, എത്ര ഭാഗം, എത്ര പട്ടിക ഉണ്ടായിരുന്നു എങ്കിൽ നിലവിൽ എത്ര ആർട്ടിക്കിൾ, എത്ര ഭാഗം, എത്ര പട്ടിക, ഇതൊക്കെ എന്താക്കണം നിങ്ങൾ അറിയുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ സെക്ഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വാസ്തുശില്പി ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വാസ്തുശില്പി ചോദിച്ചാൽ പറയണം അത് ബിമൽ പട്ടേലാണ്. ഓപ്ഷൻ ബി, ബിമൽ പട്ടേൽ. പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വാസ്തുശില്പി ആരാണ്? ബിമൽ പട്ടേലാണ് അല്ലേ. 19ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള കുറഞ്ഞ ഹാജർ നില അഥവാ ക്വാറം എത്ര അംഗങ്ങളാണ്? രാജ്യസഭയുടെ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള കുറഞ്ഞ ഹാജർ നില അല്ലെങ്കിൽ ക്വാറം എത്ര അംഗങ്ങളാണ് എന്ന് ചോദിച്ചാൽ പറയണം മക്കളെ അത് 25 അംഗങ്ങൾ. എത്രയാണ്? 25 അംഗങ്ങൾ അല്ലേ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ വിവിധ ലിസ്റ്റുകൾ. നമ്മുടെ ഒരു ചോദ്യമാണ്. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7ാം പട്ടികയാണ്. അത് PSCയുടെ ഓൾറെഡി നടത്തിയ ഒരു ചോദ്യമാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ വിവിധ ലിസ്റ്റുകളും അവയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി ചേർത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രസ്താവന അത് ശരിയായ പ്രസ്താവനയാണ്, ഓർത്തു വെച്ചോ. സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏത് ലിസ്റ്റിലാണ് വിടുക? കൺകറന്റ് ലിസ്റ്റ്. എങ്കിൽ കുത്തകാവകാശം, പേറ്റന്റ് യൂണിയൻ ലിസ്റ്റിലല്ലേ? യൂണിയൻ ലിസ്റ്റിലാണ്, അതും ശരിയായ പ്രസ്താവനയാണ്. പേറ്റന്റ് അല്ലെങ്കിൽ കുത്തകാവകാശം ഏത് ലിസ്റ്റിൽ പെടുന്നു ചോദിച്ചാൽ പറയണം യൂണിയൻ ലിസ്റ്റിലാണ് പെടുക. ഇനി തദ്ദേശ ഭരണം, സ്റ്റേറ്റ് ലിസ്റ്റ് ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. തദ്ദേശ ഭരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇവയിൽ 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി പഠിച്ചിട്ട് പോകാം. സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പേറ്റന്റ് അല്ലെങ്കിൽ കുത്തകാവകാശം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. തദ്ദേശ ഭരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ പറയണം അത് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ, ഓർത്തു വെച്ചോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ പറയണം അത് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. ഓക്കെ അല്ലേ? കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ അല്ലേ? യെസ്. ഇനി കിഫ്ബി, കിഫ്ബി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നാണ് കിഫ്ബിയുടെ പൂർണ്ണ രൂപം.
ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം അത് ടി മാധവറാവു എന്നാണ്. നിലവിലെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ പറയണം ടി മാധവറാവു. ഓക്കെ അല്ലേ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ വിവിധ IT പാർക്കുകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും താഴത്ത് നൽകിയിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡി ഏതാണ്? സൈബർ പാർക്ക് കോഴിക്കോട്, ശരിയല്ലേ? ശരിയാണ്. സൈബർ പാർക്ക് കോഴിക്കോടാണ്. ഇൻഫോ പാർക്ക് കാക്കനാട്, ശരിയാണ്. ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ശരിയാണ്. ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്, ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്, ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി തയാമിൻ്റെ കുറവുള്ള ഒരു രോഗി പ്രകടിപ്പിക്കുന്നവ ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ട്. ബെർബറി ഉണ്ട്, വെർണിക്കെ കോർസാക്കോഫ് സിൻഡ്രം, എന്താണ് വെർണിക്കെ കോർസാക്കോഫ് സിൻഡ്രം, പെരിഫറൽ ന്യൂറോപ്പതി, ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ എന്നാണ്. എന്താണ് 2026 ലോകാരോഗ്യ ദിനത്തിന്? ലോകാരോഗ്യ ദിനം എപ്പോഴാണ് മക്കളെ? ലോകാരോഗ്യ ദിനം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കമൻറ്റ് ലോകാരോഗ്യ ദിനം എന്താക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതി ചോദിച്ചാൽ പറയണം അത് മൃതസഞ്ജീവനി അല്ലേ? എത്രയോ തവണ PSC ചോദിച്ചു. കേരള സർക്കാർ എന്താണ് നടപ്പിലാക്കി വരുന്ന അവയവദാന പദ്ധതി. ഇനി മൃതസഞ്ജീവനി എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെ? നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. യെസ്. ഇനി സന്ധികളെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരിയായ എന്താണ് പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി അല്ലേ? അത് ശരിയായ പ്രസ്താവനയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. വിജാഗിരി സന്ധി ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാക്കുന്നു, അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാലോ, ഗോളര സന്ധി കാണപ്പെടുന്ന ഭാഗത്തെ ഉദാഹരണമാണ് കൈക്കുഴ കാൽക്കുഴ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? യെസ്. ഗോളര സന്ധി കാണപ്പെടുന്ന ഭാഗത്തിന് ഉദാഹരണം ചോദിച്ചാൽ പറയണം അത് ഇടുപ്പ് സന്ധിയും തോൾ സന്ധിയുമാണ്. ഇടുപ്പ് സന്ധി അതുപോലെ തന്നെ തോൾ സന്ധി എന്നാണ്. ഓക്കെ അല്ലേ. ഇനി കൈക്കുഴ കാൽക്കുഴ തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണമാണ്. PSC ചോദിച്ചിട്ടുണ്ട്. കൈക്കുഴ കാൽക്കുഴ തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണമാണ്. തെന്നി നീങ്ങുന്ന സന്ധികൾ ാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത്, അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൃക്കയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതേത്? വൃക്കയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് മാലിന്യങ്ങളുടെ പുറന്തള്ളൽ വൃക്ക സാധ്യമാക്കുന്നുണ്ടോ? അത് ശരിയായ പ്രസ്താവനയാണ്. ലവണ സന്തുലനം സാധ്യമാക്കുന്നുണ്ടോ? സാധ്യമാക്കുന്നുണ്ട്. താപസന്തുലനം സാധ്യമാക്കുന്നുണ്ടോ? വൃക്ക ഇല്ല അല്ലേ. ജലസന്തുലനം സാധ്യമാക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് വൃക്കയുടെ പ്രവർത്തനമല്ലാത്തത് 30 ഓപ്ഷൻ സി താപസന്തുലനം. മനുഷ്യരിലെ സാധാരണ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ് ചോദിച്ചാൽ പറയണം അത് 120 mm/Hg ആണ്. 31 ഓപ്ഷൻ എ 120 mm/Hg. എത്രയാണ് മനുഷ്യൻ്റെ 120/80 mm/Hg ആണ് മനുഷ്യൻ്റെ ആ ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രഷർ അല്ലേ. ഇനി അയോണീകരണ വലുപ്പത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചാൽ ഇതിൻ്റെ ശരിയായ ക്രമം വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. യെസ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഖരാവസ്ഥയിലുള്ള 17ാം ഗ്രൂപ്പ് മൂലകം ഏത് എന്ന് ചോദിച്ചാൽ പറയണം ആസ്റ്റാറ്റിനാണ്. എന്താണ് ഖരാവസ്ഥയിലുള്ള 17ാം ഗ്രൂപ്പ് മൂലകം?
മൂലകം ചോദിച്ചാൽ പറയണം അസ്റ്റാറ്റിൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിവാതകങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകം ചോദിച്ചാൽ പറയണം അത് മീഥേൻ അല്ലേടാ, മീഥേനാണ്. പ്രകൃതിവാതകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകം ചോദിച്ചാൽ പറയണം അത് മീഥേനാണ്. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നതിന് കാരണമായ പ്രതിഭാസം ചോദിച്ചാൽ പറയണം അത് അനുനാദം. 35 ഓപ്ഷൻ ബി അനുനാദമാണ്. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനക്കമ്പികൾ വിറയ്ക്കുന്നതിന് കാരണമായ പ്രതിഭാസം അനുനാദം. PS ചോദിച്ചിട്ടുണ്ട്. ഇനി കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരികെ ആ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് നമുക്കറിയാം. എങ്കിൽ PS ചോദിച്ചെന്താണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോള് 10 മീറ്റർ സഞ്ചരിച്ചു, ഇവിടെ സഞ്ചരിച്ചിട്ട് തിരികെ ഇടത്തേക്ക് വന്നു, ഇടത്തേക്ക് തന്നെ വന്നു, അപ്പോൾ ഇടത്തേക്ക് തന്നെ എത്തി അല്ലേ. അപ്പം നേരെ പോയി ഇവിടെ എത്തി, ഒന്നുകൂടി വായിക്കാം, നേരെ പോയി ഇവിടെ എത്തി, നേരെ ഇടന്നെ എത്തി എങ്കിൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം ചോദിച്ചാൽ പറയണം അതിവിടെ 0 36 ഓപ്ഷൻ A ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. ഇവിടെ കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഓർത്ത് വെക്കുക, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പാലായന പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? ഇനി ഏത് അനുഷ്ഠാന കലയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിതയാണ് RLV ആര്യാദേവി ചോദിച്ചാൽ പറയണം അയ്യപ്പൻ തീയാട്ട്. ഇതാണ് അയ്യപ്പൻ തീയാട്ട്. ഏത് അനുഷ്ഠാന കലയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിതയാണ് RLV ആര്യാദേവി അയ്യപ്പൻ തീയാട്ട്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫിബോ എന്ന കടുവാക്കുട്ടി ഏത് സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ്? ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ് K-Phone. ചോദിക്കും, ഫിബോ എന്ന കടുവക്കുട്ടി ഏത് സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ്? K-Phone ആണ്. എങ്കിൽ K-Phone നിലവിൽ വന്നത് എപ്പോഴാണെന്ന് PS ചോദിക്കും. K-Phone എന്താക്കുക, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇനി 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് 2025 പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രം ഏത്? എന്താണ്? 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് 2025 പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രം ചോദിച്ചാൽ പറയണം മക്കളെ. യെസ്, അത് ഏതാണ്? നമ്മുടെ ബേപ്പൂരാണ്. ഏതാണ്? ബേപ്പൂര്. ഓക്കെ അല്ലേ? ഇനി ചുവടെ പറയുന്നവയിൽ ഏത് രോഗത്തിൻ്റെ പ്രതിരോധം, ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ പറയണം അമീബിക് മസ്തിഷ്ക ജ്വരം. ചുവടെ പറയുന്നവയിൽ ഏത് രോഗത്തിൻ്റെ പ്രതിരോധം, ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ചോദിച്ചാൽ പറയണം അമീബിക് മസ്തിഷ്ക ജ്വരം. അരയാലുകളുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന സാലുമരത തിമ്മക്ക ഏത് സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ്? അത് ഓപ്ഷൻ A കർണാടക. എന്താണ്? കർണാടക. അരയാലുകളുടെ അമ്മ. PS ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ, അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ചോദിച്ചാൽ പറയണം സാലുമരത തിമ്മക്ക ഏത് സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ്? യെസ്, കർണാടക അല്ലേ. ഇനി ഭാരതീയ റിസർവ് ബാങ്ക് 100 രൂപയുടെ സ്മാരക നാണയം 2025 പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചോദിച്ചാൽ പറയണം യെസ് സത്യസായി ബാബ. ഭാരതീയ റിസർവ് ബാങ്ക് 100 രൂപയുടെ സ്മാരക നാണയം 2025 പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? സത്യസായി ബാബ. GST സ്ലാബിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് നിലവിൽ GSTയിലെ ഏറ്റവും ഉയർന്ന സ്ലാബ് എത്ര ശതമാനത്തിൻ്റെതാണ് ചോദിച്ചാൽ പറയണം അത് 40%. എങ്കിൽ മറ്റൊരു ചോദ്യമാണ് നിലവിലെ എന്താണ് GST നിരക്കുകൾ, GST സ്ലാബുകൾ ഏതൊക്കെയാണ് ചോദിക്കും. GST സ്ലാബിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നിലവിൽ എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിലവിലെ GST നിരക്കുകൾ എത്രയാണെന്ന് അറിയുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഉയർന്ന ശതമാനത്തിൽ എത്രയാണ് ചോദിച്ചാൽ പറയണം അത് 40%. ഓക്കെ അല്ലേ? ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, 6ാമത് കേരള ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? മഹാരാഷ്ട്രയാണ് അല്ലേ? മഹാരാഷ്ട്ര. എന്താണ്? 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത്
മഹാരാഷ്ട്രയാണ്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റിയായി മാറിയ രാജ്യം സ്വീഡനാണ്. സ്വീഡൻ എന്താണ് ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റിയായി മാറിയ രാജ്യം ഏതാണ്? അത് സ്വീഡനാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച ഏത് രാജ്യത്ത് ഇന്ത്യ നടത്തിയ സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് ചോദിച്ചാൽ പറയണം ശ്രീലങ്ക. ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച ഏത് രാജ്യത്ത് ഇന്ത്യ നടത്തിയ സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു? ശ്രീലങ്ക. റാഫേൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരെ ചോദിച്ചാൽ പറയണം? അത് ദ്രൗപദി മുർമു അല്ലേ? ദ്രൗപദി മുർമു ആണ്. ഓക്കെ അല്ലേ? ഇനി ലോകത്തെ ആദ്യത്തെ രാമായണം വാക്സ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ചോദിച്ചാൽ പറയണം? അത് അയോധ്യയാണ്. ലോകത്തെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് അയോധ്യയാണ്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ, അതായത് ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പട്ടണം, യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പട്ടണം ചോദിച്ചാൽ പറയണം? അത് ലക്നൗ ആണ്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നഗരം ലക്നൗ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ലോകത്തിലെ മികച്ച കൺസ്യൂമർ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ബാങ്ക് ഏത് ചോദിച്ചാൽ പറയണം? ഏത് ബാങ്കാണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് ചോദ്യം? ഒന്നുകൂടി പഠിച്ചോ. 2025 ലോകത്തിലെ മികച്ച കൺസ്യൂമർ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയമിച്ച നടി ആര് ചോദിച്ചാൽ പറയണം? അത് ദീപിക പദുക്കോൺ അല്ലേ. നമ്മൾ എത്രയോ തവണ പഠിച്ചു അല്ലേ? ദീപിക പദുക്കോൺ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയമിച്ച നടി ആര് ചോദിച്ചാൽ പറയണം? അത് ദീപിക പദുക്കോൺ ആണ്. ഇനി നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ 4ാമത്തെ പര്യവേഷണ കേന്ദ്രം ചോദിച്ചാൽ പറയണം? അത് മൈത്രി സെക്കൻഡ് ആണ്. മൈത്രി 2 നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ 4ാമത്തെ പര്യവേഷണ കേന്ദ്രം മൈത്രി സെക്കൻഡ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ബേസായ INS ആരവല്ലി കമ്മീഷൻ ചെയ്തത് എവിടെയാണ്? യെസ്, ഗുരുഗ്രാം ആണല്ലേ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ബേസായ INS ആരവല്ലി കമ്മീഷൻ ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാം. 2025 ജൂലൈയിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി 2025 ജൂലൈയിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് ജഗദീപ് ധൻഖർ ആണ്. ജഗദീപ് ധൻഖർ. എങ്കിൽ നിലവിൽ ഉപരാഷ്ട്രപതി ആരെന്ന് നിങ്ങൾ കമന്റ് ചെയ്യില്ലേ? യെസ്. ഇനി 2025 ജൂലൈയിലാണ് ജഗദീപ് ധൻഖർ എന്നാണ് രാജിവെച്ചത്. 56ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രമൺ മാക്സെ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏത് ചോദിച്ചാൽ പറയണം? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അല്ലേ. അപ്പം ഈ ഓപ്ഷൻ ബി ആണ്. രമൺ മാക്സെ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 57ാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ത്രി ചോദിച്ചാൽ പറയണം? അത് ഡൽഹി നിയമസഭ. 57 ഓപ്ഷൻ സി ആണ്. ഇപ്പം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ഡൽഹി നിയമസഭ. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ദത്തെടുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആര് എന്ന് പേര് ചോദിക്കും? ജില്ലാ കളക്ടറാണ്. ആരാണ്? ജില്ലാ കളക്ടർ. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ദത്തെടുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ജില്ലാ കളക്ടറാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടാത്ത ജലപൂരിത പ്രദേശങ്ങളേവ എന്ന് ചോദിച്ചാൽ പറയണം? അത് നെൽവയലുകളും നദികളുമാണ്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ. ഇനി പൊതു ആവശ്യത്തിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം പ്രാദേശിക തല നിരീക്ഷണ സമിതി സംസ്ഥാന തല നിരീക്ഷണ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ചോദിച്ചാൽ പറയണം? 1 മാസം. എത്രയാണ്? 1 മാസമാണ്. ഓക്കെ അല്ലേ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? അത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന അമ്മമാരാണ് അല്ലേ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാണ്. ഗാർഹിക ലൈംഗിക അതിക്രമത്തിലെ ഇരയായ സ്ത്രീകൾക്ക് പെട്ടെന്ന് അഭയം നേടാനുള്ള സംവിധാനം ചോദിച്ചാൽ പറയണം? അത് വൺ സ്റ്റോപ്പ് സെന്റർ എന്നാണ്. എന്താണ്? ഓപ്ഷൻ
എ വൺ സ്റ്റോപ്പ് സെൻറ്റർ. പി എസ് ചോദിക്കുക വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്താണ്? ഗാർഹിക ലൈംഗിക അതിക്രമത്തിലെ ഇരയായ സ്ത്രീകൾക്ക് പെട്ടെന്ന് അഭയം തേടാനുള്ള സംവിധാനമാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ. മറ്റുള്ളവരുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നത് ഏതിനും കുറ്റകൃത്യത്തിന് ഉദാഹരണമാണ് ചോദിച്ചാൽ പറയണം അത് സൈബർ സ്ക്വാട്ടിംഗ്. ഫേസ്ബുക്ക് എന്നല്ല എന്തും അതിൻ്റെ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് സ്ക്വാട്ടിംഗ്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് സ്ക്വാട്ടിംഗ് അല്ല, സൈബർ സ്റ്റോക്കിംഗ് ആണ്. സൈബർ സ്റ്റോക്കിംഗ് ആണ്, മാറിപ്പോയി. സൈബർ സ്റ്റോക്കിംഗ് മറ്റുള്ളവരുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നതിന് ഈ കുറ്റകൃത്യത്തെ ഇത് പറയാം സൈബർ സ്ക്വാട്ടിംഗ്. ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം വിജ്ഞാപനം ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയണം അത് 2000 ഒക്ടോബർ 17. ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ ചോദിച്ചാൽ പറയണം 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. എന്താണ്? ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013 നമുക്കറിയാം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013. 1967 മലയാളത്തിൽ ലിപി പരിഷ്കരണം നടന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? 1967 മലയാളത്തിൽ ലിപി പരിഷ്കരണം നടന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചോദിച്ചാൽ പറയണം അത് ശൂരനാട് കുഞ്ഞംപിള്ള കമ്മിറ്റി. ഏത് കമ്മിറ്റി? ശൂരനാട് കുഞ്ഞംപിള്ള കമ്മിറ്റി. എങ്കിൽ ഈ ശൂരനാട് കുഞ്ഞംപിള്ളയ്ക്ക് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ട് ഏതോ ഒരു അവാർഡ് കിട്ടിയത് ശൂരനാട് കുഞ്ഞംപിള്ളയ്ക്കാണ്. അത് ഏത് അവാർഡാണ് ശൂരനാട് കുഞ്ഞംപിള്ളയ്ക്ക് ലഭിച്ചത്? നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക. മഹാകവി ഉള്ളൂരിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാകവി ഉള്ളൂരാണ് അല്ലേ? ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. പ്രാവേ പ്രാവേ പോകരുത് എന്ന കവിത എഴുതാറ് ചോദിച്ചാൽ പറയണം അത് ഉള്ളൂരാണ്. കോകില സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി അത് തെറ്റായ പ്രസ്താവനയാണ്. കോകില സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് മക്കളെ? അത് CM നീലകണ്ഠനാണ്. കോകില സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് CM നീലകണ്ഠനാണ്. തിരുവിതാംകൂർ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദവി വരെ ഉയർന്നു. ശരിയല്ലേ? തിരുവിതാംകൂർ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദവി വരെ വഹിച്ചിട്ടുണ്ടായി ഉള്ളൂർ അല്ലേ? എങ്കിൽ മലേഷ്യയിൽ 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലേഷ്യയിൽ പ്രധാന സംഭവ വികാസങ്ങൾ അരങ്ങേറിയ വിധം രചിച്ച മലയാള നോവൽ ഇത്. മലേഷ്യയിൽ പ്രധാന സംഭവ വികാസങ്ങൾ അരങ്ങേറിയ വിധം രചിച്ച മലയാള നോവൽ ഏത് ചോദിച്ചാൽ പറയണം അത് അവകാശികളാണ്. അവകാശികൾ. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കൃതിയാണ് നാട്യകൽപദ്രുമം? ഓപ്ഷൻ എ കൂത്ത്, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി ഓട്ടംതുള്ളൽ, ഓപ്ഷൻ ഡി കൂടിയാട്ടം. ഇതിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അത് ഞാൻ എന്താക്കുന്നില്ല, ഇവിടെ നിങ്ങളോട് പറയുന്നില്ല. അത് ഏത് നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കമൻറ്റുകൾ അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.